മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിലെ അക്ഷരത്തെറ്റിൽ മെഡൽ നിർമ്മിച്ച കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഭഗവതി സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് ഗുരുതര പിഴവോടെ മെഡൽ നിർമ്മിച്ചത്. മെഡലുകൾ പരിശോധിക്കേണ്ട സമിതിക്കും വീഴ്ച പറ്റി. അന്വേഷണ സംഘം DGPക്ക് റിപ്പോർട്ട് കൈമാറി. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിലെ അക്ഷരത്തെറ്റുണ്ടാകുന്നു. അതിൽ ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നാണ് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നത്. ഒപ്പം തന്നെ പരിശോധിക്കേണ്ട സമിതിക്ക് വീഴ്ച പറ്റിയെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. വിവരങ്ങൾ. ഈ നവംബർ 1-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലുകൾ വിതരണം ചെയ്തത്. ഓഗസ്റ്റ് 15-നായിരുന്നു ഈ ഒരു മെഡലുകൾ പ്രഖ്യാപിച്ചത്. സാധാരണ ഓഗസ്റ്റ് 15-നാണ് പ്രഖ്യാപിക്കാറുള്ളത്. 1-ാം തീയതി മെഡലുകൾ വിതരണം ചെയ്തപ്പോൾ അത് വലിയ രീതിയിലുള്ള നാണക്കേടാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഉണ്ടായത്. കാരണം 266ഓളം മെഡലുകൾ വിതരണം ചെയ്തതിൽ ഭൂരിഭാഗം മെഡലുകളിലും ഗുരുതരമായിട്ടുള്ള അക്ഷരത്തെറ്റ്, അത് പോലീസ് എന്ന് എഴുതിയതിൽ തന്നെ, മുഖ്യമന്ത്രി എന്ന് എഴുതിയതിൽ തന്നെ ഗുരുതരമായ അക്ഷരത്തെറ്റാണ് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ വകുപ്പിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇതിന്റെ അന്വേഷിക്കാനുള്ള സംഘത്തെ ഉൾപ്പെടെ രൂപീകരിച്ചത്. ഇപ്പോൾ അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഒരു കാര്യം, ഇത് നിർമ്മിച്ച കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഭഗവതി സ്റ്റോഴ്സ് എന്ന കമ്പനിയാണ് മെഡലുകൾ നിർമ്മിച്ചത്. അവർ ഉപകരാർ നൽകിയാണ് ഈ മെഡലുകൾ നിർമ്മിച്ചത്. അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മെഡലുകൾ പരിശോധിക്കേണ്ട സമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 15-ന് ഇത്തരത്തിൽ മെഡലുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഈ മെഡലുകൾ വിതരണം ചെയ്യുന്നതിന്റെ 4-5 ദിവസം മുൻപാണ് ഈ കമ്പനിക്ക് ഓർഡർ നൽകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ഓർഡർ നൽകുന്നതിലുൾപ്പെടെ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. ആ 4-5 ദിവസം കൊണ്ടാണ് മെഡലുകൾ തയ്യാറാക്കി നൽകുന്നത്. ഇത് സാധാരണയായി പരിശോധിച്ചതിന് ശേഷമാണ് വിതരണം ചെയ്യുന്നത്. അത്തരത്തിലുള്ള പരിശോധിക്കുന്നതിലും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറിയിട്ടുണ്ട്. നിഖിൽ. ശരി രശ്മി, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിലെ അക്ഷരത്തെറ്റിൽ മെഡൽ നിർമ്മിച്ച കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന അന്വേഷണ റിപ്പോർട്ട്. ഭഗവതി സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് ഗുരുതരമായ പിഴവ് വരുത്തിയത്. ഒപ്പം തന്നെ മെഡൽ പരിശോധിക്കേണ്ട സമിതിക്കും വീഴ്ച പറ്റിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.